മുൻ MLA PK ശശിയെ CPM-ൽ നിന്ന് പുറത്താക്കി. പാലക്കാട് ചേർന്ന വിമതരുടെ കൺവെൻഷനിൽ പങ്കെടുത്തതിന് പിന്നാലെയാണ് നടപടി. കൺവെൻഷനിൽ CPM നേതൃത്വത്തിനെതിരെ രൂക്ഷ വിമർശനമാണ് ശശി ഉന്നയിച്ചത്. ജില്ലാ സെക്രട്ടറി സ്പിരിറ്റ് കച്ചവടക്കാരനാണെന്നും ജില്ലാ സെക്രട്ടറി നേതൃത്വം നൽകുന്ന റാക്കറ്റാണ് തനിക്കെതിരെയുള്ള ഗൂഢാലോചനയ്ക്ക് പിന്നിലെന്നും ശശി തുറന്നടിച്ചു. PK ശശി തനിക്കെതിരെ ഉന്നയിച്ച ആരോപണത്തിൽ തെളിവുണ്ടെങ്കിൽ രാഷ്ട്രീയ ജീവിതം തന്നെ അവസാനിപ്പിക്കുമെന്ന് സുരേഷ് ബാബുവിന്റെ മറുപടി. PK ശശി ചെയർമാനായി പാലക്കാട് മാർക്സിസ്റ്റ് ജനാധിപത്യ കൂട്ടായ്മ നിലവിൽ വന്നു. നിലവിലിപ്പോ PK ശശിയെ പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് പുറത്താക്കാൻ തീരുമാനിച്ചു. PK ശശി എനിക്കെതിരെ പറഞ്ഞൊരു ആരോപണം നിങ്ങളിപ്പോൾ ഇവിടെ ആവർത്തിച്ചല്ലോ. ആ ആരോപണത്തിൽ എന്തെങ്കിലും കഴമ്പുണ്ടെങ്കിൽ, എന്തെങ്കിലും അത്തരത്തിലൊരു കാര്യം എൻ്റെ രാഷ്ട്രീയ ജീവിതത്തിൽ ഉണ്ട് എന്ന് തെളിയിക്കപ്പെട്ടാൽ ഞാൻ ഈ പൊതുപ്രവർത്തനം അവസാനിപ്പിക്കാം. കമ്മിറ്റിയിൽ പോകുന്നു, കമ്മിറ്റിയിൽ കുറെ ആളുകളെ പിടിക്കുകയാണ്, സ്വകാര്യത്തിൽ നിന്നെ അന്നതാക്കാം ഓഫർ കൊടുക്കുകയാണ്, അവരെ കൊണ്ട് പരാതി എഴുതിപ്പിക്കുകയാണ്. അതിൻ്റെ മുകളിൽ ഇഷ്ടമുള്ളൊരു കമ്മീഷനെ വെക്കുകയാണ്. കമ്മീഷനെ ആരെങ്കിലും വെക്കില്ല, ഇയാൾക്ക് താല്പര്യമുള്ള ആളുകളെ കമ്മീഷനാക്കും. സംശയം എന്താ, അയാൾ അടങ്ങുന്ന ഒരു റാക്കറ്റ് ഉണ്ട് അവിടെ. ഈ ഒരാളെ പുറത്താക്കിയത് കൊണ്ട് അവരൊന്നും നേരിടുന്ന പ്രശ്നങ്ങൾക്ക് ഒരിക്കലും പരിഹാരം ഉണ്ടാവില്ല. ഏതെങ്കിലും ഒരു നേതാവിൻ്റെ പെട്ടിയെടുക്കാനോ അതിൻ്റെ പുറകെ പോകാനോ ഓച്ചാനിച്ച് നിൽക്കാനോ ഉടപിടിക്കാനോ ആയുസിൽ ഇന്ന് വരെ തയ്യാറായിട്ടില്ല ശശി മരിക്കുന്ന വരെ തയ്യാറാവില്ല. സാജിദ് അജ്മൽ പാലക്കാട്ട് നിന്ന് വിശദാംശങ്ങളുമായി. സാജിദ്, കാലങ്ങളായി ഉരുണ്ടുകൂടിയ അസ്വാരസ്യങ്ങളുടെ കാർമേഘം ഇന്ന് പെയ്തൊഴിഞ്ഞപ്പോൾ നമ്മൾ കണ്ടത് വലിയ നാടകീയതകളാണ്. പാർട്ടിയിൽ നിന്ന് പുറത്താകുന്നു PK ശശിയൊപ്പം അദ്ദേഹം തന്നെ വിമതരുടെ ഒരു പുതിയ കൂട്ടായ്മ രൂപീകരിക്കുന്നു. ഒപ്പം ജില്ലാ സെക്രട്ടറിക്കെതിരെ കടന്ന ആരോപണങ്ങൾ ഉന്നയിക്കുന്നു. അതിന് ജില്ലാ സെക്രട്ടറി മറുപടി പറയുന്നു. ഇന്ന് എന്തൊക്കെയാണ് സംഭവിച്ചത് അവിടെ? സൈഫുദ്ദീൻ, ഒരു വർഷത്തിലധികമായി PK ശശിയും, ഒരു വർഷമല്ല 2 വർഷത്തിലധികമായി PK ശശിയും CPM-ഉം തമ്മിൽ വലിയ അകൽച്ചയിലാണ്. ജില്ലാ സെക്രട്ടറി അടക്കമുള്ള ജില്ലയിലെ നേതാക്കൾക്കെതിരെയാണ് അദ്ദേഹത്തിന്റെ പടയൊരുക്കം ഉണ്ടായിരുന്നത്. ഏറ്റവും അവസാനം ഈ സാമ്പത്തിക ഈ തിരിമറിയുമായി ബന്ധപ്പെട്ടാണ് അദ്ദേഹത്തിനെതിരെ നടപടി എടുത്തത്. പിന്നീട് അദ്ദേഹത്തെ തരം താഴ്ത്തി. ഇതിന് പിന്നാലെയാണ് ഈ പ്രശ്നം അതിരൂക്ഷമായി മാറിയത്. എന്തായാലും ഈ അദ്ദേഹം ഏറ്റവും കടുപ്പിച്ച് പറഞ്ഞിരുന്നത് 41,000 അംഗങ്ങളിൽ ഒരുവനായി മാത്രമാണ് ഈ തന്നെ കാണുന്നതെന്നും താൻ ഏത് ബ്രാഞ്ചിലെ അംഗമാണെന്ന് തനിക്ക് അറിയില്ല തുടങ്ങിയ കാര്യങ്ങളാണ്. എന്നാൽ ഇന്ന് വലിയ താരപരിവേഷത്തോടു കൂടിയാണ് അദ്ദേഹം ഈ വിമതരുടെ കൺവെൻഷനിലേക്ക് വന്നിറങ്ങിയത്. അവിടെ നിന്ന് സ്വീകരണം വാങ്ങിക്കൊണ്ട് അദ്ദേഹം 1 മണിക്കൂറോളം പ്രസംഗിച്ചു. ഈ പ്രസംഗത്തിൽ പ്രധാന ഉന്നം വെച്ചിരുന്നത് ജില്ലാ സെക്രട്ടറി EN സുരേഷ് ബാബുവിനെയാണ്. സുരേഷ് ബാബു കള്ളിൽ സ്പിരിറ്റ് ഈ കലക്കി വിൽക്കുന്ന ആളാണ്. സ്പിരിറ്റ് കച്ചവടം നടത്തുന്ന വ്യക്തിയാണ്. അങ്ങനെ സ്പിരിറ്റ് കച്ചവടം നടത്തുന്ന വ്യക്തിയാണ് ഇമ്പിച്ചി ബാവയും T ശിവദാസ മേനോനും അടക്കമുള്ള മഹാരഥന്മാരിരുന്ന കസേരയിൽ ഇരിക്കുന്നത്. അതിന് ഒരു യോഗ്യതയുമില്ലാത്ത വ്യക്തിയാണ്. തനിക്കെതിരെ വ്യാജ പരാതികൾ കെട്ടിച്ചമയ്ക്കുകയും അതിന് ജില്ലാ സെക്രട്ടറിയുടെ നേതൃത്വത്തിലുള്ള ഒരു ലോബി അന്വേഷണം നടത്തുകയും അതിനുശേഷം തന്നെ തരം താഴ്ത്തുകയുമാണ് ചെയ്തത് തുടങ്ങിയ കാര്യങ്ങളാണ് അദ്ദേഹം പറഞ്ഞത്. എന്തായാലും PK ശശിയുടെ ഈ പ്രസംഗം കഴിഞ്ഞ് വാർത്താ സമ്മേളനം തുടങ്ങിയ ഉടൻ തന്നെ അദ്ദേഹത്തെ പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് പുറത്താക്കുകയും ചെയ്തു. അങ്ങനെ താൻ രാജിവെക്കില്ല, പുറത്താക്കട്ടെ എന്നാണ് അദ്ദേഹം നിലപാടെടുത്തത്. അദ്ദേഹത്തെ പുറത്താക്കി ഇനി തനിക്ക് തൻ്റെ വഴി എന്ന് അദ്ദേഹം പറയുകയും ചെയ്തു. അദ്ദേഹത്തിന് ഏതാണ്ട് 35 വർഷത്തിലധികം ഈ പാരമ്പര്യം CPM-ലുണ്ട്. ഈ അടിയന്തരാവസ്ഥ കാലത്തുൾപ്പെടെ ഈ അദ്ദേഹം SFIയുടെ പ്രവർത്തകനായി പ്രവർത്തിച്ച വ്യക്തിയാണ്. എന്തായാലും അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ മാർക്സിസ്റ്റ് ജനാധിപത്യ കൂട്ടായ്മ എന്നൊരു സംഘടന നിലവിൽ വന്നു. PK ശശി ചെയർമാനും അതോടൊപ്പം തന്നെ കൊഴിഞ്ഞാമ്പാറ യിലെ പ്രധാനപ്പെട്ട നേതാവ് മുൻ പഞ്ചായത്ത് പ്രസിഡന്റുമായ M സതീഷ് കൺവീനറുമായ ഒരു സംഘടനയാണ് വന്നിരിക്കുന്നത്. പൂർണ്ണമായി ഈ ഒരു മാർക്സിസ്റ്റ് സംഘടനയായി തങ്ങൾ പ്രവർത്തിക്കുമെന്നാണ് ഇവർ പറയുന്നത്. ഈ PK ശശി ഒറ്റപ്പാലത്ത് UDF-ന്റെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി ഏതാനും ദിവസങ്ങൾക്ക് അകം ആ പ്രഖ്യാപനമുണ്ടാകും. അദ്ദേഹത്തിന്റെ അടുപ്പക്കാരോട് ഈ കാര്യങ്ങളെല്ലാം തന്നെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. മുസ്ലിം ലീഗിന്റെയും കോൺഗ്രസിന്റെയും നേതാക്കളോട് അദ്ദേഹം പിന്തുണ അഭ്യർത്ഥിച്ചിട്ടുണ്ട്. ഏതാണ്ട് ആ കാര്യങ്ങൾക്ക് UDF നേതാക്കളുമായി ഒരു ചർച്ച നടത്തി ധാരണയിൽ എത്തുകയും ചെയ്തിട്ടുണ്ട്. സൈഫുദ്ദീൻ.
യെസ്, പി കെ ശശി പാർട്ടിയുമായുള്ള എല്ലാ ബന്ധങ്ങളും വിച്ഛേദിച്ചിരിക്കുന്നു. അദ്ദേഹം പുതിയ കൂട്ടായ്മ രൂപീകരിച്ചിരിക്കുന്നു.